അല്ല, ഇതിൻ്റെ അകത്ത് ഞാൻ അത്ഭുതത്തോടു കൂടി കേട്ടിരുന്നത് BJP കോൺഗ്രസിനെ വിമർശിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല, കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്തുന്നത് പുതിയ കാര്യമല്ല, അതൊന്നും കാര്യമല്ല. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി 30 ലക്ഷം വേക്കൻസികൾ ഒഴിഞ്ഞു കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൈനിക മേഖലയിൽ അഗ്നിവീർ പദ്ധതി കൊണ്ടുവന്ന് 4 വർഷം ജോലി ചെയ്തിട്ട് ആളുകളെല്ലാം വീട്ടിൽ പോകണം, ചെറുപ്പക്കാരെല്ലാം വീട്ടിൽ പോകണം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പോളിസിയെ, ഒരു ഭരണ നയത്തെ, ഒരു ഗവൺമെൻറ്റിൻ്റെ നടപടിയെ ചലഞ്ച് ചെയ്താൽ എങ്ങനെയാണ് ഞങ്ങൾ സൈനികർക്കെതിരെ പ്രസംഗിച്ചു എന്ന് വരിക? അതെന്ന് നടന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കാര്യമാണല്ലോ. ഓക്കെ, അങ്ങനെയെങ്കിലും താങ്കൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഞാൻ അല്ല, BJP പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോഴും ആങ്കർ ആയിട്ടുള്ള താങ്കളെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോഴും എന്റെ അവസരത്തിൽ ഇടപെട്ടപ്പോഴും ഞാൻ മിണ്ടായിരിക്കല്ലായിരുന്നു. എന്താ താങ്കൾ ഇത്രയും അസ്വസ്ഥനാകുന്നത്? അസ്വസ്ഥനാകേണ്ട കാര്യം എന്താ? കോൺഗ്രസ് നേതാക്കൾ പൊളിറ്റിക്കൽ പോളിസിയെ കുറിച്ച് സംസാരിക്കും. ഇന്ത്യൻ ഡിഫൻസിന്റെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമെന്നേ. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന AK ആന്റണിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചല്ലോ BJP ഇന്ത്യൻ പാർലമെന്റിൽ, ഇല്ലേ? അവസാനം അരുൺ ജെയ്റ്റ്ലി അടക്കം തലയിൽ കൈവച്ച് മാപ്പ് പറഞ്ഞ് നെട്ടോട്ട് ഓടുന്ന കണ്ടില്ലേ? അത് ഇന്ത്യൻ ഡിഫൻസിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യസുരക്ഷയെ ആക്രമിക്കുക എന്നാണോ അതിനർത്ഥം? അങ്ങനെയാണോ അതിനെ വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെയാണോ? രാജ്യത്തെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു സൈനിക മേഖലയിലെ നിയമനവും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഭരണകൂടം എടുക്കുന്ന നടപടിയെ കോൺഗ്രസ് വിമർശിക്കും. ഇന്നും വിമർശിക്കും, നാളെയും വിമർശിക്കും. പക്ഷെ അതൊരു ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നമാക്കി മാറ്റി കേസെടുക്കുമ്പോൾ അതാണ് ഞങ്ങൾ പറയുന്നത് ഭരണകൂടത്തിന്റെ ചട്ടകമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരാളെ കുറിച്ച് ഊഹിക്കാം. താങ്കൾ ഇപ്പം നവീൻ ചൗള എന്നൊക്കെ പറഞ്ഞു വന്നല്ലോ. വിനോദ് റോയ് എന്താ അദ്ദേഹം ചെയ്തത്? ഇല്ലാത്തൊരു കണക്ക് ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ ഗവൺമെന്റ് 10 വർഷക്കാലം അധികാരത്തിൽ ഇരുന്നിട്ട് പോലും രാജാക്കെതിരെയോ കനിമൊഴിക്കെതിരെയോ ഒരു കേസെടുത്ത് അവർ ഒരു കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ കഴിയാത്ത ഊഹക്കണക്കിന്റെ പേരിൽ ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ വിനോദ് റോയ്ക്ക് പരമാവധി പദവി നൽകി ആദരിച്ച പാർട്ടിയല്ലേ BJP? ആദരിച്ച പാർട്ടിയല്ലേ? എന്തിനാ വിനോദ് റോയ്ക്ക് നിങ്ങൾ നിഷ്പക്ഷരാണെങ്കിൽ ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചതിന് പാരിതോഷികം എന്നുള്ള നിലയിൽ പദവി കൊടുത്തത്? നിങ്ങൾക്ക് അനുകൂലമായി വിധി തന്നിട്ടുള്ള, നിങ്ങൾക്ക് അനുകൂലമായി വിധി പറഞ്ഞിട്ടുള്ള പല ജഡ്ജിമാരെ നിങ്ങൾ രാജ്യസഭയെ കൊണ്ടുവന്നില്ലേ? ഗവർണറാക്കിയിട്ടില്ലേ? എന്ത് പൊളിറ്റിക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്? ഈ ജനാധിപത്യ സംവിധാനത്തിൽ എന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇത് ഞങ്ങൾ ചലഞ്ച് ചെയ്യും. അത് ചലഞ്ച് ചെയ്യേണ്ട വേറെ വേദി, അത് ഈ ഇലക്ഷൻ കമ്മീഷന്റെയോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ പറയേണ്ട കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാജ്യത്തുടനീളം നടന്ന ഏറ്റവും മാരകമായ വിപത്ത്, ഈ നാട്ടിൽ വിത്ത് വാരി എതിർന്ന് വിളവെടുക്കാൻ ശ്രമിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഒരു സമുദായത്തെ, ഒരു മതത്തെ വളരെ ഭീകരരായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തി അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഒരു വികസനം പറഞ്ഞില്ല. തൊഴിലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നം നിങ്ങൾ ചർച്ച ചെയ്തില്ല. വിലക്കയറ്റം നിങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ഈ നാട്ടിലെ കർഷകരുടെ പ്രശ്നം നിങ്ങൾ ചർച്ച ചെയ്തില്ല. മണിപ്പൂർ കത്തിയെറിയുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് മുഴുവൻ ഒരു സമുദായത്തെയും ഒരു രാജ്യത്തെ ആക്രമിക്കുന്നു എന്നുള്ള നിലയിൽ മറ്റൊരു രാജ്യത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രമിച്ചത്. ആ കാര്യത്തിൽ തർക്കമില്ലെന്നേ. അതിനെതിരെ ഒരു നോട്ടീസ് അയക്കാൻ മുട്ടുവിറയ്ക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ വിമർശിക്കും ഇന്ത്യയിലെ പ്രതിപക്ഷം. ഇന്ത്യയിലെ ജനങ്ങൾ അതിനെതിരായി പോരാട്ടം നടത്തും. നിങ്ങൾ പറഞ്ഞല്ലോ ജൂൺ 4 ഞങ്ങൾ തോക്കാൻ പോവാന്ന്. നിങ്ങൾക്ക് ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ജൂൺ 4 ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമെങ്കിൽ അത് ഇന്ത്യ സഖ്യമായിരിക്കും ഗവൺമെന്റ് ഉണ്ടാക്കുക. നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ? ചലഞ്ച് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് ഗവൺമെന്റ് ഉണ്ടാക്കും. അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം വിജയമായിട്ടൊന്നുമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന 28 കക്ഷികളുടെ വിജയമായിട്ടല്ല. ഇന്ത്യയിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നേ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നേ. UP എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഞങ്ങൾക്ക് നിലം തൊടാൻ അവസരമില്ലാതിരുന്ന സ്റ്റേറ്റിൽ പോലും നിങ്ങൾക്ക് 50 കടക്കാൻ കഴിയാത്ത സാഹചര്യം മാറി വരുന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അതിന്റെ വിഭ്രാന്തിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം പരാക്രമങ്ങൾ നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കൃത്യമായി കാലം ഇതിന് തിരിച്ചടി നൽകും. മഹാരാജ്യത്തിന് ഒരുപാട് സൗന്ദര്യവും ഈ രാജ്യത്തിന്റെ ജനനവും നല്ല സമയത്താണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.